എല്ലാവരും പറയും പോലെ ഈ ബസ് ഫീൽഡ് ഭയങ്കര സുഖമായിട്ടുള്ള പരിപാടിയൊന്നുമല്ല. പുറമേ കാണാൻ ഭയങ്കര രസമാണ്. നല്ല രീതിക്ക് ഇപ്പം എൻ്റെ അടുത്തായാലും ഒത്തിരി പേര് പറയുന്നുണ്ട്, ഇങ്ങനെ പിള്ളേര് ആ ഒരു വൈബ് ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ പറയും, ആ പിള്ളേരെ കൂട്ടത്താ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഒറ്റ കാര്യം പറയുന്നത്, ഞാനായാൽ പോലും ഒരു ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ശ്രീചേട്ടൻ കൂടെ ഉള്ളതുകൊണ്ട് കൂടെ ഓട്ടിക്കാൻ ഒരാളുണ്ടെന്നൊരു വിശ്വാസമുണ്ട്. പക്ഷെ ഞാനൊക്കെ ഒറ്റയ്ക്ക് ഓടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പല സ്ഥലങ്ങളിൽ പോയിട്ട് എനിക്ക് ആകെ അറിയാവുന്നത് അവിടുത്തെ പാർക്കിങ്ങാണ്. ഞാൻ അതിനകത്ത് പോയിട്ട് ഈ മൈസൂർ പോയാൽ ഈ പാലസിനകത്ത് എന്തുണ്ടെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. കാരണം ഞാൻ കയറി കാണത്തില്ല. നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പോയി വരുമ്പോൾ 2 മണിക്കൂറാവും. ആ സമയം കിടന്ന് ഉറങ്ങാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ നൈറ്റൊക്കെ ആയാൽ പോലും നമ്മൾ ഇരുന്ന് ഓടുന്നു. പിന്നെ ഇപ്പോ നിങ്ങളെ ഈ 49 പേരുടെ ഇപ്പം ജീവൻ ഞങ്ങളുടെ കയ്യിലാന്ന് പറയും. പക്ഷെ അല്ല, ദൈവത്തിന്റെ കയ്യിലാണ്. കാരണം ഞാനൊക്കെ എന്റെ കയ്യിൽ നിന്ന് വണ്ടി പാളി പോയിട്ട് ആ ദൈവം തിരിച്ച് കൈ തന്നിട്ടുണ്ട് വണ്ടി. അതൊരു പ്രത്യേക ഒരു ഇതാണ്. കാരണം ഞങ്ങളൊക്കെ വണ്ടി ഓടുമ്പോൾ ഓപ്പോസിറ്റ് വരുന്നവർ വരെ ഉറങ്ങി ഞങ്ങളുടെ നേർക്ക് വരുന്നത് ഞങ്ങൾ കാണുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും പറയുന്നത് ഇതൊരു സുഖമുള്ള പരിപാടിയല്ല. അതിൻ്റെതായ നല്ല രീതിക്ക് റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ഇരുന്ന് ഓട്ടിക്കുന്നതും എല്ലാം. ഇവൻ ബസ് എടുക്കാൻ പോണെന്ന് പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞു ഞാനാ എടുക്കൊണ്ടാ ഏറ്റുവാങ്ങും.